കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അങ്ങനെ ചെയ്യുക. ഒടുവിൽ നിധി ഹോസ്റ്റലിലോട്ട് മാറാം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തുകയാണ്. നിധിയും നിധിയുടെ ഫ്രണ്ടും ഓഫീസിലിരുന്ന് ഇങ്ങനെ കോഫി കുടിക്കുന്ന സമയത്ത് നിധിയുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഹോസ്റ്റലിൽ വല്ല എനിക്ക് റൂമും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, എടി നോക്കാം, നീ ഒന്ന് വന്ന് നോക്ക് എന്ന് പറയണേ. കുറച്ച് ദൂരമേ അല്ലേ ഉള്ളൂ, നിനക്ക് കുറച്ച് ദൂരം ഇല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ, വേണമെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോരെ എന്ന് നിധിയോട് നിധിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നിധിയും ഫ്രണ്ടും കൂടെ നിധിയുടെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റൽ നോക്കാൻ പോവുകയാണ്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വാർഡൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയണ. അപ്പോൾ വാർഡൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സിനെയും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയണ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അവൾ അതിന് വന്നതല്ല, അവൾക്ക് ഇവിടെ ഒരു മുറി വേണം, അതിന് വന്നതാണെന്ന് പറയണേ. ഇത് ചോദിക്കുന്നുണ്ട്, മാഡം ഇവിടെ ഒരു റൂമിന് എത്ര റേറ്റ് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാസത്തിലാണ് ക്യാഷ് വാങ്ങാറുള്ളത്, അഡ്വാൻസ് ആയിട്ട് എനിക്കിപ്പോൾ 7000 രൂപ വേണം, ഒരു റൂം 2 പേര് ഷെയർ ചെയ്താൽ കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടുമെന്ന് പറയണം. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, 7000 രൂപയൊന്നും മാഡം എനിക്കിപ്പോൾ എടുക്കാനില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 4000 രൂപ മാത്രമേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നീട് തന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വാർഡൻ പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, തരുമ്പോൾ എനിക്ക് അഡ്വാൻസ് ഫുള്ളായിട്ട് തരണം എന്ന് പറയണം. അപ്പോൾ നിധിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, മാഡം അവൾ പൈസ തരും, അവൾക്ക് ശമ്പളം കിട്ടിയിട്ട് അവളിപ്പോൾ ജോലിയിലോട്ട് കയറിയിട്ടുള്ളൂ, അപ്പോൾ അവളുടെ അടുത്ത് ഇത്രേ ക്യാഷ് ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ വാർഡൻ പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ നിധിയോട് ഞങ്ങൾ കുറച്ച് മാറ്റി നിർത്തിയിട്ട് നിധിയുടെ ഫ്രണ്ട് സംസാരിക്കുന്നുണ്ട്, നീ എവിടെന്നെങ്കിലും ക്യാഷ് ഒപ്പിച്ചിപ്പോൾ മാഡത്തിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം കിട്ടാതെ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നിധിയുടെ ഫ്രണ്ട് പിന്നീട് വാർഡനോട് സംസാരിച്ച് സമ്മതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വാർഡൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ക്യാഷ് തരണം എന്ന് പറയാണ്. അങ്ങനെ വാർഡൻ പറയുന്നുണ്ട്, മുറികളെല്ലാം ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെയും കൂട്ടി മുറികളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കിട്ടും, രാവിലെ 8:30 ഫുഡ് കൊടുക്കും, പിന്നെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കൊണ്ടുപോകാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, മാഡം എനിക്ക് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഫുഡ് മതിയെന്ന് പറയാണ്. ഈ മുറികളെല്ലാം കണ്ട് അവർ നേരെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി വീട്ടിലോട്ട് വരികയാണ് നിധി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നിധി സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞാൻ ഹോസ്റ്റലിലോട്ട് മാറുകയാണ്, എന്നെ സുഭാഷ് ഏട്ടൻ അവിടെ ഒരു കൊണ്ടാക്കണം എന്ന് പറയണം. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, മോളെ അത് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി ആർക്കും ഞാനൊരു ബുദ്ധിമുട്ടാവരുത്, ഞാൻ പോകാം, സുഭാഷ് ഏട്ടൻ എന്നെ ഹോസ്റ്റലിലാക്കി തന്നാൽ മതി എന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നികേഷിന് വളരെയധികം സങ്കടം വരുന്നുണ്ട്. നികേഷ് കരയുന്നുണ്ട്, ഏട്ടത്തി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊന്നും നിധി കേൾക്കുന്നില്ല. പിന്നീട് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുധീഷ് വരുമ്പോൾ നികേഷ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് സുധീഷിനോട്, ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ, ഇവിടെ നിന്നും നിധി ഏട്ടത്തി ഹോസ്റ്റലിലോട്ട് പോവുകയാണ്, നിങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി എന്താ, ഞാൻ ഇന്നലെ മദ്യലഹരിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതൊക്കെയാണ്, നിധി ഇവിടെ നിന്ന് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ നിധി പോകാം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ സുഭാഷ് നിധിയെ ഹോസ്റ്റലിൽ ആക്കാൻ പോവുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.